മുൻ എം.എൽ.എയും CPM സംസ്ഥാന സമിതി അംഗവുമായ KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. 153A മതസ്പർദ്ധ വളർത്തൽ IT ആക്ട് 295A പ്രകാരവും കേസെടുക്കണമെന്നാണ് ആവശ്യം. കാഫിർ പോസ്റ്റ് വ്യാജമാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചതിനാലാണ് പരാതി. കഴിഞ്ഞ ദിവസമാണ് വടകരയിൽ വിവാദമായ കാഫിർ പരാമർശ പോസ്റ്റ് KK ലതിക പിൻവലിച്ചത്. പിന്നാലെ അവർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തിരുന്നു. വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും പോസ്റ്റ് നീക്കം ചെയ്യാത്ത KK ലതികയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമായ ഏപ്രിൽ 25-നാണ് KK ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. എന്തൊരു വർഗീയതയാണോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട് നിലനിൽക്കേണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് എന്നായിരുന്നു പോസ്റ്റിൽ എഴുതിയിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കാസിമിന്റെ പേരിലാണ് പോസ്റ്റ് പുറത്തു വന്നത്. പോസ്റ്റ് നിർമ്മിച്ചതിൽ കാസിമിന് പങ്കില്ലെന്ന് കാണിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് KK ലതിക പോസ്റ്റ് പിൻവലിച്ചത്. സംഭവത്തിൽ KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. 153A മതസ്പർദ്ധ വളർത്തൽ IT ആക്ട് 295A പ്രകാരവും കേസെടുക്കണമെന്നാണ് ആവശ്യം. കാഫിർ പോസ്റ്റ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചതിനാലാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പരാതി നൽകിയത്. ജയ് ഹിന്ദ് ന്യൂസ്, കോഴിക്കോട്.